KSRTCയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിനിസ്റ്റീരിയൽ സ്റ്റാഫുകളോട് 2 വാക്ക്. നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് KSRTCയുടെ എല്ലാ മാനേജ്മെൻറ്റിനെയും നയിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരുടെയും അധ്വാനമാണ് KSRTCയുടെ കണക്കുകൾ, KSRTCയുടെ എല്ലാ സിസ്റ്റവും റൺ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് KSRTCക്ക് ഇപ്പോൾ തമിഴ്നാട് ട്രാൻസ്പോർട്ടിനോ കർണാടകത്തിനോ ഉള്ള പോലെ ഒരു റെഗുലർ സിസ്റ്റം ഇല്ല. പക്ഷെ നമ്മളൊരു 6 മാസത്തിനുള്ളിൽ നമ്മളിതെല്ലാം ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയും എല്ലാ ബസ് ടെർമിനലുകളും എല്ലാ സ്റ്റേഷനുകളും കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ പ്രിയപ്പെട്ട ബഹുമാനരായ MLAമാർ അവരുടെ ഫണ്ടിൽ നിന്നും ധാരാളം MLAമാർക്ക് ഞാനൊരു കത്ത് അയച്ചിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണും. ആ കത്ത് പ്രകാരം മിക്കവാറും എല്ലാ MLAമാരും അവരുടെ ഫണ്ടിൽ നിന്നും നമുക്ക് കമ്പ്യൂട്ടർ അനുവദിച്ചിരിക്കുകയാണ്. ആ കമ്പ്യൂട്ടർ വരുന്നതോടുകൂടി ആ ഡിപ്പോൾ ഓരോ MLAമാരും തരുന്ന കമ്പ്യൂട്ടറിൻ്റെ അനുസരിച്ച് ആ ഡിപ്പോകൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് പോകും. നമ്മളിപ്പോൾ KSRTCയുടെ ഹെഡ് ഓഫീസിലെ 24 സെക്ഷനും നമുക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ ഒരു 6 മാസത്തിനുള്ളിൽ ഈ ബഹുമാനപ്പെട്ട MLAമാരെ സഹായത്തോടെ നമ്മൾ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ എല്ലാം ജോലി കുറയും. എല്ലാ ഡിപ്പോകളും കമ്പ്യൂട്ടറിലാവുകയും നിങ്ങളുടെ ജോലി നന്നായി കുറയുകയും ചെയ്യും. അതിനാവശ്യമായ ട്രെയിനിങ്ങുകളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള ട്രെയിനിങ് നൽകും. നിങ്ങൾ എന്നോട് ചെയ്ത ഒരു സഹകരണം വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കണം. സാറ്റർഡേ സ്മാർട്ട് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് മുമ്പ് 1 മണിക്ക് മുമ്പ് നിങ്ങളുടെ എല്ലാ ജോലികളും തീർത്തതിന് ശേഷം ഓഫീസിലെ ഹയർ ഓഫീസർ തൊട്ട് എല്ലാവരും ഒരുമിച്ച് മിനിസ്റ്ററിയിലെ സ്റ്റാഫ് എല്ലാവരും ഒരുമിച്ച് ഓഫീസിനെ നല്ല വൃത്തിയായി സൂക്ഷിക്കണം. ഓഫീസിനെ വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലാം ഫയലുകളും എടുത്ത് അടുക്കി വെച്ച് ഫാനിലെ പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കണം. നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ തന്നെ ചെയ്തു. അതാണ് സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ പ്രോഗ്രാം വിജയിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഓഫീസുകൾ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ വളരെ വൃത്തിയും വെടിപ്പും അച്ചടക്കമുള്ള നല്ല ഓഫീസായി. മേശയും കസേരയൊക്കെ ഒരു ഓർഡറിൽ ഇടുക. ഞാൻ കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ പോയി മേശ ഒരിടത്ത് കിടക്കുന്നു, കസേര വേറെടുത്ത് കിടക്കുന്നത് കഷ്ടമാണത്. നമ്മളിരിക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഞാനിരിക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ വൃത്തിയുണ്ടെങ്കിൽ ഞാനൊരു വൃത്തിയുള്ളവനാണെന്ന് ആളുകൾ പറയും. അവിടെ വലിച്ചുവാരി ഇട്ടാൽ ഞാൻ അങ്ങനെയല്ല എന്ന് ആളുകൾ പറയും. അപ്പോൾ അതുകൊണ്ട് ഒരാളെ വിലയിരുത്തുന്നത് അയാൾ ഉപയോഗിക്കുന്ന മുറി, അയാൾ ഉപയോഗിക്കുന്ന മേശ, അയാളുടെ തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളൊക്കെയാണ് ഒരാളെ വിലയിരുത്തുന്നത്. സ്ഥിരമായി മൂർക്കി തുപ്പി ഒരാൾ തറയിൽ വെച്ചാൽ അയാളെ എങ്ങനെ വിലയിരുത്തും നമ്മൾ? അപ്പോൾ നമ്മുടെ ഓഫീസ് നല്ല വൃത്തിയായിരിക്കണം. ചപ്പും ചവറൊന്നും വാരിയിടരുത്. അവിടെ വേസ്റ്റ് ബോക്സൊക്കെ വയ്ക്കണം. അതൊക്കെ നിങ്ങൾ കഴിയും. അതുപോലെ ഈ സാറ്റർഡേ പ്രോഗ്രാം നടത്തണം. മാത്രമല്ല നിങ്ങൾ ഈ സ്റ്റാഫിൻ്റെ കുറവുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ഇപ്പം ഞാൻ CMDയോട് പറഞ്ഞ് അദ്ദേഹം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഓഫീസിൽ നിന്ന് ഇത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓഫീസിൽ നിന്ന് നമ്മളൊരു ടേബിളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പുറത്ത് പോവുകയോ ഭക്ഷണം കഴിക്കാൻ പോവുകയോ ചെയ്താൽ മുകളിലുള്ള ഫാനും ആവശ്യമില്ലാത്ത ലൈറ്റും അണച്ചിട്ട് പോകണം. നമുക്ക് വൈദ്യുതി ലാഭിച്ചേ പറ്റൂ. KSRTCയിലെ എല്ലാ ചിലവുകളും, ഡീസലിൻ്റെ ചിലവ്, വൈദ്യുതിയുടെ ചിലവ് എല്ലാം കുറയ്ക്കുകയാണ്. പക്ഷേ ഒരു നിർദ്ദേശം നിങ്ങളുടെ CMD നിങ്ങൾക്ക് തന്നപ്പോൾ കഴിഞ്ഞ 2 മാസമായി ഫെബ്രുവരി മുതൽ മാർച്ച് വരെ എടുത്താൽ നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാ സ്റ്റേഷനിലൊന്നും ഞാൻ പറയുന്നില്ല. ടോട്ടലി വൈദ്യുതി ചാർജ് മാത്രം ഫെബ്രുവരി മാസത്തേക്കാൾ ചൂട് കൂടിയ മാസമാണ് മാർച്ച് മാസം. ആ മാർച്ച് മാസത്തിൽ നിങ്ങൾ കേരളത്തിലെ ആകമാനം 10 ലക്ഷത്തിലധികം രൂപ വൈദ്യുതി ബില്ലിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ KSRTCയിലെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. പലരും വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. ഞാൻ ഉദാഹരണം പറയാം. ഒരാളെ വിട്ടിട്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തു. പുനലൂർ ബസ് സ്റ്റേഷനിൽ പോയി ഒരു വീഡിയോ എടുത്തു. അവിടെ സ്റ്റാഫ് എല്ലാം വണ്ടി ഓടിച്ച് പോയിരിക്കുകയാണ്. പക്ഷേ ആ സ്റ്റാഫ് കിടക്കുന്ന മുറിയിലെ 7-8 ഫാനുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഓണായി കിടക്കുകയാണ്. ആരുമില്ല മുറിയിൽ. അതിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ. വെറുതെ പറയുന്നതല്ല. ഓഫീസിൽ ചെന്ന് നോക്കി, ഓഫീസർ കസേരയില്ല, ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥനെ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു. കർശനമായ നടപടിയാണ്. അത്തരത്തിൽ നിങ്ങളൊന്ന് ശ്രമിക്കൂ. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഫാനുകളും അണയ്ക്കൂ. ഇത് KSRTCക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യ എന്ന ഈ രാജ്യത്തിന് വേണ്ടി, കേരളം എന്ന ഈ സംസ്ഥാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും ഈ ഒരു പ്രവൃത്തി. നിർബന്ധമായി അത് ചെയ്യണം. ഒരു സ്ഥലത്തും അനാവശ്യമായി ഫാനോ ലൈറ്റോ ഓടാൻ പാടില്ല. നിങ്ങളത് നിർബന്ധമായി നമ്മുടെ ഒരു ശീലമാക്കി വേണം. നിങ്ങൾ ഓഫീസിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലും അതൊരു ശീലമാക്കണം. ഇത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടിയാണ്, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. വൈദ്യുതി ലാഭിച്ചേ പറ്റുള്ളൂ. ആ ലാഭം എന്ന് പറയുന്നത് KSRTC ഒരു നേട്ടമാണ്. ആ നേട്ടത്തിൻ്റെ പങ്കാളികൾ ജീവനക്കാരായ നിങ്ങളാണ്. ചിലവ് കുറയ്ക്കാനുള്ള ഞാൻ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് വൈദ്യുതി ചാർജ് കുറയ്ക്കുക. അഭിമാനത്തോടെ പറയട്ടെ, KSRTC ജീവനക്കാരുടെ സഹകരണം, നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണത്തോടെ KSRTCയിൽ ഫെബ്രുവരി മാസവും മാർച്ച് മാസത്തെ കണക്കെടുത്താൽ 10 ലക്ഷം രൂപയിലധികം, കൃത്യമായി പറഞ്ഞാൽ 10.5 ലക്ഷം രൂപയോളം നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് കണ്ടിട്ടാണ് പറയുന്നത്. അതിനെപ്പറ്റി ഒരു പഠനം നടത്തിയിട്ട് ആണ് പറയുന്നത്. അത്
വെറുതെ പറയുന്നതല്ല, ഓരോ മാസത്തെയും കണക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇങ്ങനെ ടോട്ടലി കണക്കെടുത്ത് നോക്കിയപ്പോൾ 10,68,416 രൂപ, വെറുതെ പറയുന്നതല്ല, നമ്മൾ വൈദ്യുതിയിൽ ഫെബ്രുവരി മാസവും മാർച്ച് മാസമായിട്ടുള്ള കണക്കിൽ ലാഭിച്ചിട്ടുണ്ട്. ഈ നേട്ടം നിങ്ങൾക്കുള്ളതാണ്. ഇത് തുടരുക. ഒരു തരത്തിലും ഓഫീസിൽ ഫാനും ലൈറ്റ് ഇട്ട് വയ്ക്കരുത്. കൃത്യമായി ജോലി ചെയ്യുക. നിങ്ങൾ ഈ കമ്പ്യൂട്ടറൈസേഷനോട് സഹകരിക്കുക. കമ്പ്യൂട്ടറൈസേഷൻ ഒരു 6 മാസം കൊണ്ട് ബഹുമാനപ്പെട്ട MLA-മാരുടെയൊക്കെ സഹകരണത്തോടെ നമുക്ക് തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോലി ഭാരം കുറയ്ക്കുക, നിങ്ങളുടെ കൃത്യത ഉണ്ടാവുക എന്നതാണ് ലക്ഷ്യം. ഇതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം. സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാം അത് നടപ്പിലാക്കണം. എല്ലാ ഡിപ്പോകളിലേക്കും ഞാൻ പറയുകയാണ്. CMDയുടെ ഉത്തരവുണ്ടായിരുന്നു, അനാവശ്യമായ ഒരു പോസ്റ്റർ ഒട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അംഗീകൃത യൂണിയനുകൾക്കും അംഗീകാരമില്ലാത്ത യൂണിയനുകൾക്കും അതാത് ഡിപ്പോകളിൽ കൃത്യമായി അവരുടെ പോസ്റ്ററുകളും അവരുടെ നിർദ്ദേശങ്ങളും പ്രദർശിപ്പിക്കാനുള്ള ബോർഡിനുള്ള സൗകര്യം എല്ലാ ATOമാരും ചെയ്ത് കൊടുക്കണം. അവർക്ക് അംഗീകൃത യൂണിയന് 3 യൂണിയനുണ്ട്, അവർക്ക് പ്രത്യേകം. അതുപോലെ അംഗീകാരമില്ലാത്ത യൂണിയനുകൾക്ക് ആവശ്യപ്പെട്ടാൽ അവർക്കും അവരുടെ ബോർഡും കാര്യങ്ങളും. എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിക്കരുത്. നിങ്ങളുടെ സംസ്ഥാന സമ്മേളനങ്ങൾ വരും ഒന്നും ഒട്ടിക്കരുത്. വണ്ടിയിൽ ഒട്ടിക്കരുത്, ബസ് സ്റ്റേഷനിൽ ഒട്ടിച്ച് നവീകരിക്കരുത്. ഇപ്പോൾ അടൂർ ഡിപ്പോയിലെ ജീവനക്കാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. അടൂർ ഡിപ്പോയിൽ അവർ തന്നെ അത് വൃത്തിയാക്കി. ഇപ്പോൾ പത്തനാപുരം ഡിപ്പോയിൽ അവർ പണി തുടങ്ങിയിട്ടുണ്ട്. അവരെ ആ ഒരു ആത്മാർത്ഥതയെ, ഈ സ്ഥാപനത്തോടുള്ള അവരുടെ ഒരു സത്യസന്ധമായ ആത്മാർത്ഥതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അടൂർ ഡിപ്പോ മനോഹരമാക്കി. പത്തനാപുരം ഡിപ്പോയിലും അത് ആരംഭിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ പോസ്റ്റർ ഒട്ടിക്കരുത്. ദേവി, ഇത് മന്ത്രിയായ എൻ്റെ പോസ്റ്റർ പോലും കണ്ടാൽ ഇളക്കിക്കളയണം എന്ന് സ്നേഹത്തോടെ ഞാൻ പറയാം. അത് നമുക്ക് വെളിയിലൊട്ടിക്കാം. മന്ത്രിയായ എൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിലും നിങ്ങളത് ഇളക്കി കളഞ്ഞണം. അതിലെനിക്ക് പരാതിയില്ല. ബസ് സ്റ്റേഷനകത്ത് റോഡിൽ പോയി ഇളക്കിക്കളയരുതേ. റോഡിലൊക്കെ ഇരുന്നോട്ട്, പക്ഷേ ബസ് സ്റ്റേഷനകത്ത് ആരെങ്കിലും കൊണ്ടൊട്ടിച്ചാൽ നിങ്ങൾ ഇളക്കി കളഞ്ഞോളൂ. ബസ് സ്റ്റേഷനകത്ത് ആരുടെയും പോസ്റ്റർ ഒട്ടിക്കേണ്ട. അത്തരത്തിൽ പോസ്റ്റർ ഒട്ടിക്കുകയോ ബസ്സിൻ്റെ പുറത്ത് പോസ്റ്റർ പതിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഉടൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അത് ശരിയല്ല. ആ പോസ്റ്റർ ഒട്ടിച്ച സംഘടനയ്ക്കെതിരെ നമ്മൾ കേസ് കൊടുക്കും. KSRTC ഇനി KSRTCയുടെ പുറത്ത് പോസ്റ്റർ ഒട്ടിക്കുക. അതിപ്പോൾ ഒരു ഉദ്ഘാടനം കാണാൻ വരുമ്പോൾ ഒരു ദിവസം ഒട്ടിക്കുക, പിറ്റേ അന്ന് തന്നെ ഇളക്കി കളഞ്ഞേക്കണം. അവിടെ KSRTC ബസ് സ്റ്റേഷനിലുള്ള ഒരു സമ്മേളനത്തിൻ്റെയും ഒരു അനാവശ്യമായൊരു പോസ്റ്ററോ ഫ്ലെക്സോ ഒന്നും വയ്ക്കാൻ സമ്മതിക്കരുത്. അതിന് അംഗീകൃത യൂണിയനും അംഗീകാരമില്ലാത്ത യൂണിയനും അതാത് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ ഒരു സ്ഥലം കൊടുക്കണം. അത് അവരോടുള്ള ഒരു ജനാധിപത്യ മര്യാദയാണ്, അത് പാലിക്കണം. മറ്റുള്ളിടത്ത് ഒട്ടിക്കരുത്. മന്ത്രിയുടെ പടം, എൻ്റെ പടവും കൂടെ ഉള്ളൊരു പടം വന്നാലും നിങ്ങളവിടെ വയ്ക്കാൻ സമ്മതിക്കേണ്ട. എനിക്കൊരു വിഷമവുമില്ല. എനിക്കിനി പോസ്റ്റർ ഒട്ടിച്ചിട്ട് എൻ്റെ മുഖം ആരെയും കാണിക്കാനില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇളക്കിക്കോളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓഫീസുകളിലെ ഫയലുകളുടെ തീർപ്പാക്കൽ. നിർബന്ധമായും ഒരു ഫയലും 5 ദിവസത്തിൽ കൂടുതൽ ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയോ ഉദ്യോഗസ്ഥനോ അവരുടെ ടേബിളിൽ എടുത്തു വയ്ക്കരുത്. ആ ഫയലിൽ നിങ്ങൾക്ക് തീർപ്പാക്കാൻ, നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, പരിചയസമ്പത്തുള്ളവരാണ്, അറിവുള്ളവരാണ്. അപ്പം നിങ്ങൾക്ക് ആ ഫയലിൽ ഒരു തീരുമാനമെടുക്കാൻ 1 മണിക്കൂർ പോലും വേണ്ട. പക്ഷേ ഞാൻ 5 ദിവസം പറയാം. 5 ദിവസത്തിനുള്ളിൽ നമ്മളതിൽ യെസ് ഓർ നോ എന്നൊരു തീരുമാനം എടുക്കണം. അന്വേഷണമാണെങ്കിൽ അത് പൂർത്തിയാക്കി അത് കൊടുക്കണം. ഒരാളെ, നമ്മുടെ സഹപ്രവർത്തകരെ ഇങ്ങനെ അന്വേഷണത്തിൻ്റെ പേരിലും സസ്പെൻഷൻ്റെ പേരിലും അവരല്ലെങ്കിൽ വിദേശത്തു നിന്ന് മടങ്ങി വന്ന് ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഹെഡ് ഓഫീസിലടക്കം, ഞാനീ പറയുന്ന ബാധകമാണ്, ഹെഡ് ഓഫീസിലടക്കം ഒരു സ്ഥലത്തും ഈ ജോലിയിൽ സസ്പെൻഷൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് പേപ്പറുകൾ ഇതൊന്നും പിടിച്ചു വയ്ക്കാൻ പാടില്ല. എല്ലാം 5 ദിവസത്തിൽ കൂടുതൽ പിടിച്ചു വെച്ചാൽ ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുക്കേണ്ടി വരും. കാരണം എന്താ പറയുക, ഇത് നമ്മളെ സഹജീവികളുടെ ദ്രോഹമാണ്. അതുപോലെ തന്നെ മറ്റൊരു ദ്രോഹം നടക്കുന്നുണ്ട്, ഫോൺ അടിച്ചെടുക്കില്ല. ഞാൻ പലപ്പോഴും വിളിച്ചു നോക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്ന പരാതികളിൽ നല്ലൊരു ശതമാനവും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറയാൻ ഓഫീസിലേക്ക് ഫോൺ ചെയ്താൽ ആരും എടുക്കും. കൺട്രോൾ റൂമിൽ ഫോൺ എടുക്കുന്നില്ലെന്നാണ് പറയും, കൺട്രോൾ റൂമിൽ. പക്ഷെ അതിനൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പരാതികൾ അയക്കാൻ പൊതുജനങ്ങൾക്ക് ഒരു പുതിയ സംവിധാനം CMD കൊണ്ടുവരികയാണ്. അത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് വരും. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞങ്ങൾ ആരെങ്കിലും ഫോൺ ചെയ്താൽ ദയവ് ചെയ്ത് ഒന്ന് ഫോൺ എടുക്കണേ. മന്ത്രിയാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചാൽ പോലും നിങ്ങൾ ഫോൺ എടുക്കത്തില്ല. ഒന്ന് നമ്മൾ ആ ഫോൺ വെച്ചിട്ടുണ്ട്, അത് ദയവ് ചെയ്തൊന്ന് എടുക്കുക. അത് പക്ഷേ KSRTC കണ്ടക്ടർമാരൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവർ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ വിളിച്ചാൽ അവരപ്പം തന്നെ ഫോൺ എടുക്കുന്നു. പക്ഷേ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനോട് പറയാനുള്ള, ഈ ഓഫീസിലെ മേലുദ്യോഗസ്ഥരോടും പറയുക, കൃത്യമായി ഫോൺ എടുക്കണം. അതിന് കൃത്യമായ മറുപടി, അന്തസ്സായ മറുപടി വരണം. അല്ല ഫോൺ എടുത്തേച്ച് സൗകര്യമില്ലടാ നല്ല പറയണ്ടേ, എന്താ വേണം ഇപ്പോൾ എന്ന് ചോദിക്കരുത്. അത് പ്രത്യേകിച്ച് കൊറിയറിലിരിക്കുന്നവരോടും പറയുകയാണ്. കൊറിയറിലിരിക്കുന്നവർ കൊറിയർ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ മാന്യമായ മറുപടി ആയിരിക്കണം പറയുന്നത്. ഒരാൾ അച്ഛൻ്റെ മരുന്നിന് വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞ മറുപടി പറയാൻ കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ട. അത്തരം മറുപടികളൊക്കെ പറഞ്ഞാൽ ഇവിടെ പരാതി വന്നാൽ നടപടി എടുക്കേണ്ടി വരും. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത തലവേദനകൾ. സഹപ്രവർത്തകരുടെ ഫയലുകളാണ് നിങ്ങളുടെ കയ്യിരിക്കുന്നതിൽ കൂടുതലും. അത് കൃത്യമായി 5 ദിവസം പോലും വെച്ചേക്കാതെ അത് പാസ്സാക്കി അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ യെസ്, തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയെങ്കിൽ ശരി എഴുതി മുന്നോട്ട് വിട്ടോളൂ.
അത് ഹെഡ് ഓഫീസിൽ ഞാൻ പറയുന്നു, ഒരു കാരണവശാലും സെക്ഷനിലിരിക്കുന്നവരോട് പറയുന്നു, ഒരു കാരണവശാലും ഫയലുകൾ പിടിച്ചു വയ്ക്കരുത്. സാധാരണക്കാരായ നിങ്ങളുടെ സഹപ്രവർത്തകരാണ്, അവർ കണ്ണൂരിൽ നിന്നും കാസർഗോഡും ഒക്കെ വന്ന് എന്നും നിങ്ങളെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളത് പെട്ടെന്ന് തീർപ്പാക്കി കൊടുക്കണം. പലരും അവർ അപേക്ഷകൾ കൊടുത്തിട്ട് മാസങ്ങളായിട്ട് മന്ത്രിയെ കാണേണ്ട കാര്യം എന്താ? അവരെ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് നടത്തി കൊടുക്കൂ. ഒരു ഫയലും വെച്ചുകൊണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് ഹെഡ് ഓഫീസിൽ ഒരു സ്റ്റേഷനിലും റിപ്പോർട്ടുകൾ അയക്കാൻ താമസിക്കാൻ പാടില്ല. എല്ലായിടത്തും കൃത്യമായി അടക്കണം. പിന്നെ വൈദ്യുതി പോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, കുടിവെള്ളം. നമ്മുടെ കിണറുകളിൽ നിന്ന് പമ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതി ചാർജ് വർദ്ധിക്കും. കുടിവെള്ളം ഒരു കാരണവശാലും വേസ്റ്റ് ആക്കരുത്. ടോയ്ലറ്റുകൾ വൃത്തിയായി സൂക്ഷിക്കണം. നിങ്ങൾക്ക് ആശങ്ക വേണ്ട, എല്ലാ ടോയ്ലറ്റുകളും നവീകരിക്കാനുള്ള പദ്ധതി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. എല്ലാ ടോയ്ലറ്റും പല കാര്യങ്ങളിൽ പല കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചൊക്കെ ടോയ്ലറ്റുകൾ നവീകരിക്കുന്നുണ്ട്. MLA-മാർ അക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റ് സാമൂഹ്യ സംഘടനകൾ അതിനകത്ത് സഹായിക്കുന്നുണ്ട്. എല്ലാവരെയും പങ്കെടുപ്പിക്കും. വളരെ താല്പര്യം. നമ്മുടെ ബഹുമാനപ്പെട്ട MLA-മാരെ സംബന്ധിച്ച് അവർക്ക് KSRTCയുടെ ഒരു വളർച്ചയെ സംബന്ധിച്ചോ ആ സ്റ്റാൻഡുകൾ അവരെ പ്രദേശത്തെ ബസ് സ്റ്റേഷനെക്കുറിച്ച് വളരെയധികം ഒരു താല്പര്യമുള്ളവരാണ്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ ആണെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും, പൈപ്പിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ ഡിപ്പോ ഉദ്യോഗസ്ഥൻ അടിയന്തരമായി അത് പരിഹരിക്കണം. വെള്ളം ഒരു കാരണവശാലും തുറന്നു വിടരുത്. കഴിഞ്ഞ ദിവസം ഞാൻ തമ്പാനൂരിൽ എയർ കണ്ടീഷൻ ബസ് ഓടിച്ചു നോക്കാൻ വേണ്ടി പോയിരുന്നു, പുതിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം. അവിടെ ചെന്നപ്പോൾ പൈപ്പ് തുറന്നു വിട്ടിരിക്കാൻ, ആ ടാപ്പ് ലീക്ക് ചെയ്തിങ്ങനെ പോകുന്നു. ആ ഉദ്യോഗസ്ഥനൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ദയവേത് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു, വെള്ളം ചോർന്ന് പോകുന്ന കണ്ടാൽ, വൈദ്യുതി വെറുതെ പോകുന്ന കണ്ടാൽ ഉടൻ അടച്ചിരിക്കണം. അടച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടത് ആ ഡിപ്പോയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. ചോദ്യം നിങ്ങളുടെ അടുത്ത് മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് ആരും അത് തുറന്നു വിടരുത്. പൈപ്പിൽ ബാത്റൂമിലായാലും ശരി, പുറത്താണെങ്കിലും പൈപ്പിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഉടനെ ഒരു പ്ലംബറെ വിളിച്ച് അത് പരിഹരിച്ചിരിക്കണം. വെള്ളം വേസ്റ്റ് ചെയ്യരുത്, വൈദ്യുതി വേസ്റ്റ് ചെയ്യരുത്, വെള്ളം വേസ്റ്റ് ചെയ്യരുത്, സമയവും വേസ്റ്റ് ചെയ്യരുത്. എല്ലാവിധ നന്മകളും നേരുന്നു. എന്നെ ഒന്ന് കേൾക്കുവാനും അത് മനസ്സിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ തയ്യാറാവണം. നിങ്ങളോടെല്ലാവരുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ നന്മയാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ സർക്കാരിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ നന്മയാണ്. KSRTC എന്ന അഭിമാനകരമായ ഈ സ്ഥാപനത്തെ, കേരളത്തിലെ ഏറ്റവും അഭിമാനകരമായൊരു സ്ഥാപനം, മലയാളി മനസ്സിൽ സൂക്ഷിക്കുന്ന ആനവണ്ടിയും KSRTC ഉണ്ട്. ആ KSRTCയെ നമ്മൾ ഉയരങ്ങളിലേക്ക് ഉയർത്തും. അതിന് നിങ്ങളെല്ലാവരുടെയും പരിപൂർണ്ണ സഹകരണം സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.